നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ നമ്മുടെ ആദൂട്ടിനെ ദൈവം എൻ്റെ കയ്യിൽ തന്ന ദിവസമാണ് കേട്ടോ. ആദൂട്ടിൻ്റെ പിറന്നാൾ. നമ്മൾ ഉച്ചയ്ക്ക് സദ്യയായിരുന്നു കേട്ടോ. വലിയ സദ്യ ഒന്നുമല്ല, ചെറിയൊരു സദ്യ. സാമ്പാർ, ചോറ്, പപ്പടം, തോരൻ, അവിയൽ, അച്ചാർ, പായസം, പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉച്ചയ്ക്ക് ചെറിയൊരു സദ്യയായിരുന്നു. വൈകുന്നേരം ആദൂട്ടിക്ക് ബിരിയാണി ആക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അന്നത്തെ ഉച്ചയ്ക്കത്തെ വീഡിയോയാണ്. ഒത്തിരി സന്തോഷത്തോടു കൂടി നമ്മൾ ഉച്ച വരേക്ക് ഇരുന്നു. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും മാതൂട്ടിക്ക് ചെറിയ രീതിയിൽ വർത്തമാനമൊക്കെ പറയാൻ ഇപ്പോൾ വർത്തമാനം പറയുകയാണ് കേട്ടോ. ചെറിയ രീതിയിൽ പനിയൊക്കെ തുടങ്ങി. അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരു വിഷമമായിപ്പോയി. പക്ഷെ അതിന് മുമ്പ് വരെ നമ്മൾ നല്ല ഹാപ്പിയിലായിരുന്നു കേട്ടോ. അങ്ങനെ ആദൂട്ടിയുടെ പിറന്നാളിന് നമ്മൾ വയനാട്ടിൽ ആഘോഷിക്കുവാണ്. ഇത്രയൊക്കെയാണ് ഫുഡ് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത്. പിന്നെ രാവിലെ അമ്പലത്തിൽ പോയ വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ആദൂട്ടി പിറന്നാൾ സദ്യ കഴിക്കാൻ പോകുകയാണ് കേട്ടോ. ആദൂട്ടിക്ക് നമ്മൾ വാഴയിലേക്ക് ഇട്ടാണ് ചോറ് കൊടുക്കുന്നത്. ഒത്തിരി സന്തോഷമായിരുന്നു കേട്ടോ. കാരണം അമ്പലത്തിലൊക്കെ പോയി ഒക്കെ ഒത്തിരി സന്തോഷമായിരുന്നു. ഇതൊക്കെയാണ് കേട്ടോ. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഒത്തിരി അങ്ങ് വലിയൊരു ആഘോഷമാക്കിയില്ല, എന്നാലും കുറച്ച്. ഇത് പിന്നെ ഡെക്കറേഷൻ പരിപാടിയാണ്. മാളൂസ് ഓർഡർ ചെയ്ത് വരുത്തിച്ചതാണ് കേട്ടോ. അത് അപ്പുറം നിൽക്കുന്ന നാത്തൂൻ്റെ മോളാണ് കേട്ടോ. ആൾ 10ാം ക്ലാസ്സിലാണ്. ശിഖ എന്നാണ് പേര്. അവർ ഉച്ചയായപ്പോൾ വന്നായിരുന്നു. സായക്കൂട്ടൻ തലേന്ന് വന്നു. ശിഖമോള് ഉച്ച കഴിഞ്ഞപ്പോൾ വന്നു കേട്ടോ. അപ്പം ആദ്യമേ ഇവർ പ്ലാൻ ചെയ്തത് അമ്മയുടെ സാരിയൊക്കെ അവിടെ പിടിപ്പിച്ചിട്ടായിരുന്നു. പക്ഷെ അത് നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരത് പിന്നെ മാറ്റി കേട്ടോ. അനിയന്മാർ രണ്ടും താഴെ നിൽക്കും. അവർ രണ്ടും കൂടി പൊക്കത്ത് നിന്നിട്ടുള്ളതാണ് പണികൾ. പക്ഷേ ഇത് നമ്മൾ ഉച്ചയ്ക്ക് തുടങ്ങിയെങ്കിലും കഴിയാൻ വേണ്ടിയിട്ട് ഒരു 8 മണിയൊക്കെ എടുത്തു കേട്ടോ. അപ്പം ഞാനും ആദൂട്ടിയും കസേരയിലേക്ക് ഇരുന്ന് ഇതെല്ലാം നോക്കുന്നുണ്ട്. പക്ഷേ കുഞ്ഞാവയ്ക്ക് അന്നേരം തൊട്ട് ചെറിയ രീതിയിൽ ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ. ഞാനും ആദൂട്ടിയും കൂടി ഇങ്ങനെ നോക്കുവാണ്. ഇവളുമാരെന്താ ഈ ചെയ്യുന്നതെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി നോക്കുവാണേ. പിന്നെ ഈ വീഡിയോ കാണുമ്പോഴേ ലൈക്ക് അടിക്കാത്തവർ കയ്യോട് കൂടിയാൽ ലൈക്കൊന്നും തരാൻ മറക്കരുത് കേട്ടോ. ഇതാണ് കേട്ടോ അമ്മ. പുറത്തുനിന്ന് ഇവർ എന്തൊക്കെയോ നിരത്തിയിട്ടതൊക്കെ എടുത്തുകൊണ്ട് വരുവാണ്. ഇതാണ് ആദൂട്ടിയുടെ അച്ഛമ്മ കേട്ടോ. അമ്മ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നോക്കുവാണ്. ഈ സെറ്റ് സാരി എടുത്തിട്ടാണ് ഇവർ ആദ്യമേ അവിടെ ഫിറ്റ് ചെയ്തത്. അമ്മ കയ്യോട് കൂടിയിട്ടാണ് സെറ്റ് സാരി മേടിച്ച് മടക്കി വയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഇവളുമാർ ചീത്ത ആദ്യം പറഞ്ഞു, എടുത്തതിന് ഒച്ച എടുത്തു കേട്ടോ. ഇവളുമാർ സെറ്റ് സാരിയൊക്കെ എടുത്ത് അമ്മ അമ്പലത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി തേച്ച് വെച്ച സെറ്റ് സാരിയൊക്കെ എടുത്ത് എല്ലാവരും കൂടി ഒന്ന് വെച്ച് നോക്കി. പക്ഷേ അതുകൊണ്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ശിഖമോളാണ് മടക്കി വയ്ക്കുന്നത്. ഇത് ചേട്ടയുടെ പെങ്ങൾ കേട്ടോ. ആദൂട്ടിയുടെ അച്ഛൻ്റെ പെങ്ങളാണ്. അപ്പോൾ അവളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളും വീട്ടിലുണ്ടായിരുന്നു. ഇപ്പം ആദ്യമായിട്ടാണ് നമ്മൾ വയനാട്ടിൽ നിന്ന് ഇങ്ങനെ ആദൂട്ടിൻ്റെ ഒരു പിറന്നാളിൻ്റെ കേക്ക് മുറിയും എല്ലാം ആദ്യമായിട്ടാണ് കേട്ടോ. മാളു എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇവിടെ ഭയങ്കര ബലൂൺ വീർപ്പീരൊക്കെ ആയിരുന്നേ. പക്ഷെ കുറേ പേര് പറഞ്ഞു ഞാൻ വയനാട്ടിലുള്ളവരൊന്നും കാണിച്ചില്ലെന്ന്. കാണിക്കാത്ത വേറെ ഒന്നുമല്ല, നമ്മളവിടെ ചെന്ന് നിന്നിട്ട് വേണ്ടേ നമുക്കൊന്ന് കാണിക്കാൻ സമയം കിട്ടാൻ, വീഡിയോ എടുക്കാൻ ഫുള്ളായിട്ടൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം എല്ലാവരും ഉണ്ട്. ആദൂട്ടിയുടെ അച്ഛൻ കുക്കിങ്ങിലാണ് കേട്ടോ. ആദൂട്ടിയുടെ അച്ഛനാണ് ഉച്ചയ്ക്കത്തെ ഫുഡും ഉണ്ടാക്കിയത്. കാരണം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യം മാത്രം നോക്കിയുള്ള നടപ്പാണ്. ഇവിടെ നിന്നാണേലും അതെ, വലിയ കാര്യമായിട്ട് നമ്മളങ്ങനെ ഒന്നും ഉണ്ടാക്കിയാൽ ആദൂട്ടിക്കാണ് ഫസ്റ്റ് കേട്ടോ. അങ്ങനെ ബലൂൺ ഒത്തിരി ബലൂൺ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മാളു. പിന്നെ നമ്മുടെ ആദൂട്ടിയുടെ പിറന്നാളിന് 3 കേക്കാണ് കേട്ടോ. പിന്നെ കുറേ ഉടുപ്പുകളും ഒക്കെ നമുക്ക് പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മളതിൽ ഒരു കേക്ക് മാത്രമേ, ഒരു കേക്ക് പേര് പറയുന്നില്ല, 3 കേക്കാണ് കേട്ടോ. ഒരമ്മയും 2 മാവന്മാരും കേട്ടോ. അങ്ങനെ നല്ല 3 കേക്കാണ്. പിന്നെ ആദൂട്ടിയിട്ട പാൻറ്റും ഷർട്ടും തൊപ്പി എല്ലാം കേട്ടോ. എല്ലാവരും ആദൂട്ടിക്ക് മേടിച്ചു കൊടുത്താണ്. ഒരാൾ ആദൂട്ടിക്ക് മേടിച്ചു കൊടുത്താണ്. പിന്നെ ആദൂട്ടിക്ക് കുറേ ഉടുപ്പിൻ്റെ പൈസയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഉടുപ്പിൻ്റെ ഇത് കിട്ടി, മേടിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് അതിനേക്കാളൊക്കെ പ്രാധാന്യം ഹോസ്പിറ്റൽ ആവശ്യമാണല്ലോ. അപ്പോൾ നമ്മൾ അതിനെടുക്കുകയാണ് ചെയ്തത്. ഒത്തിരി കേട്ടോ, ഒത്തിരി ഉടുപ്പിൻ്റെ. പിന്നെ അതിന് മുമ്പ് ഒരു ആൻറ്റിയാണെങ്കിലും അയച്ചു കൊടുത്ത കുറേ ഉടുപ്പ് ഇവിടെ ഇടാതെ ഇരിപ്പുണ്ട്. അങ്ങനെ എന്നാലും മനസ്സ് നിറഞ്ഞൊരു പിറന്നാളാഘോഷം എന്ന് പറയാം. അച്ഛനാണ് കേട്ടോ. അച്ഛന് നടുവേദനയാണ്, കുനിയാൻ പറ്റുന്നില്ല. എന്നാലും മക്കളെ കൂടെ എല്ലാത്തിനും കൂടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ണിക്കുട്ടനും അച്ചാച്ചയാണ് കൂട്ട്. അച്ചാച്ചിക്ക് ഭയങ്കര നടുവേദനയാണ്. അങ്ങനെ നമ്മൾ ബർത്ത്ഡേയുടെ കേക്ക് മുറിക്കുകയാണ്. ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല, ആദൂട്ടിക്ക് പനി ആയതുകൊണ്ട്. പക്ഷേ ഈ പാൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേ, പാൻറ്റാണ് കേട്ടോ നമ്മുടെ ആദൂട്ടിക്ക് എടുത്തേക്കുന്നത്. പാൻറ്റും
ഉണ്ണിക്കുട്ടനാണ് എല്ലാത്തിനും കത്തിക്കുന്നത്. അപ്പോൾ അമ്പിളീനോട് വരാൻ പറഞ്ഞു. ഞാനില്ല എന്ന് പറഞ്ഞു. മാളക്കൊച്ച അവിടെ നിൽപ്പുണ്ട്, ശിഖമോളും ഉണ്ട്. സായിക്കുട്ടനെ അച്ചാച്ച കേട്ടോ, സായിക്കുട്ടനും അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അത് മൊത്തം ഉണ്ണിക്കുട്ടൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ ഉണ്ണിക്കുട്ടനാണ് കേക്ക് ഇതാക്കുന്നത്. അത് മൊത്തം ഉണ്ണിക്കുട്ടൻ്റെ കൂട്ടുകാരാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ആദുട്ടിയുടെ അച്ഛയാണ് ക്യാമറാമാൻ. കാരണം നമുക്ക് ലൈവും പോകുന്നുണ്ട് അന്നേരം, ഇതും ആക്കുന്നുണ്ട്. അതുകൊണ്ട് ക്യാമറമാൻ അതാണ്. അന്നേരം അത് കറക്റ്റായിട്ട് പൊട്ടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഒത്തിരി സന്തോഷം. ആദുട്ടിക്ക് പിന്നെ തൊപ്പി വെച്ചുകൊണ്ട് കണ്ണ് കാണുന്നില്ലെന്നൊക്കെയുള്ള പിന്നെയാണ് ശ്രദ്ധിച്ചത്. അപ്പം ഇതിനകത്ത് എന്ത് കുറ്റങ്ങളുണ്ടെങ്കിലും അടുത്ത പിറന്നാളിന് നമ്മളത് നികത്തുന്നതായിരിക്കും അല്ലേ. ആദുട്ടി നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 കേക്ക് ഞാൻ പറഞ്ഞല്ലോ, 3 പേരായിരുന്നു. നമ്മൾ ഒരു കേക്കാണ് ഇതാക്കിയത്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും കേക്കും കൂടി നമുക്ക് വന്നത് കേട്ടോ. 3 കേക്ക്. ഒത്തിരി സന്തോഷം കേട്ടോ. ഇവർ തിന്ന് തീരാത്തത്രയും കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി സന്തോഷം. ഞാൻ ആദുട്ടിയുടെ അച്ഛനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറ എടുത്ത് വീഡിയോ എടുക്കുക, നിങ്ങൾ കൊടുത്തോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ മാളു അതിനകത്ത് ഞാൻ ഉണ്ണിക്കുട്ടനോട് പറയുന്നുണ്ട് 3 എണ്ണം മുറിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 3 എണ്ണം മുറിച്ചു. എല്ലാത്തിൻ്റെ വീഡിയോ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കൊടുക്കാനുള്ള പരിപാടിയാണ്. അവർക്കെല്ലാവർക്കും ഫുഡ് കൊടുക്കാനുള്ള പരിപാടിയാണ്. ഇതായിരുന്നു കേട്ടോ മൊത്തത്തിലൊരു ഡെക്കറേഷൻ വന്നത്. ആദുട്ടിക്ക് പനിയായതുകൊണ്ട് മൊത്തം വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഒത്തിരി സന്തോഷം നിറഞ്ഞൊരു പിറന്നാളായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് വഴിപാട് കഴിപ്പിച്ചു. ഒത്തിരി കേട്ടോ. ആദുട്ടിനെ സ്നേഹിക്കുന്ന ഇത്രയും ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ ആദുട്ടിക്ക് കിട്ടാവുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമ്മൾ ഫ്രിഡ്ജ് ഒഴിവാക്കിയിട്ട് കേക്കെല്ലാം മക്കൾ അതിനകത്തേക്ക് വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. നാത്തൂന് അടിച്ചു വരുന്നുണ്ട്. അച്ഛ അവിടെയുണ്ട്. എന്നോട് എന്തെടുക്കുമോ ചോദിച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുമോ, ഹായ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഹായ് കൊടുത്താണ്. പക്ഷെ ആദ്യമൊക്കെ എനിക്ക് ഇവരോടൊക്കെ ഇതിൻ്റെ ചാനലിൻ്റെ കാര്യമൊക്കെ പറയാൻ മടിയായിരുന്നു. പക്ഷെ എല്ലാവരും എനിക്കിപ്പോൾ കട്ട സപ്പോർട്ടാണ് കേട്ടോ. അത് തന്നെ ഒത്തിരി സന്തോഷം. എല്ലാവരും എനിക്ക് സപ്പോർട്ടാണ് വീഡിയോ എടുക്കാനൊക്കെ. നാത്തൂൻ്റെ ഹസ്ബൻഡ് മാത്രം വന്നിട്ടില്ല. ആൾ നടവയിലൊരു കടയിൽ നിൽക്കുകയാണ്. അപ്പോൾ ആൾ മാത്രം വന്നിട്ടില്ല കേട്ടോ. അതിന് വരുന്ന ദിവസം ഞാൻ കാണിക്കാം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലി. നാത്തൂൻ്റെ ഹസ്ബൻഡ് ഒരു കടയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തിരക്കായതുകൊണ്ടാണ് വരാതിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ കുഞ്ഞിനെ കാണാൻ വന്നായിരുന്നു. ഇതാണ് കേക്ക് മുറിച്ച് മാളൂസ് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുവാണേ. 3 കേക്കും അതിൻ്റെ ഇടയ്ക്ക് മുറിച്ചു കിട്ടുക. കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ലൈവ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലൈവ് ഒരു 10 മിനിറ്റുള്ള ലൈവ്. ആദുട്ടിക്ക് പനി ആയതുകൊണ്ട് തന്നെ എൻ്റെ മൂഡ് മൊത്തം പോയി. പെരയ്ക്കാവ് മൊത്തം ഇവർ ഇതാക്കിയിട്ട് പോണേ. ശിഖമോളും ഉണ്ണിക്കുട്ടനും എല്ലാവരും കേക്ക് തിന്നുന്നുണ്ട്. ഞാനും എൻ്റെ കൊച്ചും മാത്രം അപ്പുറത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.